കോൺഗ്രസുകളുടെ ശക്തി കേന്ദ്രമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കരുത്ത് തെളിയിക്കുവാനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ കാണുന്നത്. എന്താണ് കോട്ടയത്തെ സ്ഥിതി ആദ്യ മണിക്കൂറുകളിൽ? കോട്ടയത്ത് മികച്ച പോളിംഗ് തന്നെയാണ് ലക്ഷ്മി രേഖപ്പെടുന്നത്. ഇപ്പോഴത്തെ കണക്ക് പരിശോധിച്ചാൽ 23.02%. ഇത് 10 മണി വരെയുള്ള ഏകദേശം 10 വരെയുള്ള കണക്കാണ്. ആ കണക്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് പോളിംഗ് ശതമാനം. അത് മികച്ച പോളിംഗ് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ കനത്ത തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലാണ്, പുതുപ്പള്ളിയിലാണ് ഉള്ളത്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ MLA, അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയത്. അദ്ദേഹം ഉമ്മൻചാണ്ടി കുടുംബം ഇവിടേക്ക് വന്ന് വോട്ട് ചെയ്ത് അല്പസമയം മുമ്പ് മടങ്ങുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പത്നി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മക്കളായ ചാണ്ടി ഉമ്മനും മരിയ ഉമ്മനും അച്ചൂമ്മനും അടക്കമുള്ള ആളുകൾ കുടുംബസമേതമാണ് ഇവിടേക്ക് വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുള്ളത്. മികച്ച വിജയം UDF ഉണ്ടാകുമെന്നാണ് ചാണ്ടിയുമ്മൻ പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ജില്ലയിലുടനീളം രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കാണാം. പ്രത്യേകിച്ച് നേരത്തെ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ അവിടെ അടക്കം ആളുകളുടെ വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ആ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. പല സ്ഥലത്തും ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുന്നത് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എരുമേലിയിലാണ് ഏറ്റവും ഒടുവിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുള്ളത്. അവിടെ 116 വോട്ട് മാത്രം രേഖപ്പെടുത്തിയപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പിന്നീട് 3 തവണ വോട്ടിംഗ് മെഷീൻ മാറ്റിയിട്ടും അവിടെ ആ തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ ഈ പോളിംഗ് അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. പകരം ഇനി അടുത്ത മെഷീൻ എത്തിയ ശേഷമേ അവിടെ പോളിംഗ് ആരംഭിക്കുകയുള്ളൂ. രാവിലെ അയ്മനം, വെള്ളൂർ, മുണ്ടക്കയം അടക്കം പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. അവിടെയൊക്കെ പകരം വോട്ടിംഗ് മെഷീൻ എത്തിയ ശേഷമാണ് ഈ വോട്ടെടുപ്പ് വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചത്. എന്തായാലും കോട്ടയത്തും വലിയ രീതിയിൽ തന്നെയാണ് പോളിംഗ് ഉയരുന്നത്. രാവിലെ ഇപ്പോൾ ഏകദേശം 10 വരെയുള്ള കണക്കാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. 23.02% പോളിംഗ് ശതമാനം. ഏകദേശം 3,78,005 പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉച്ചയെടുക്കുമ്പോൾ തന്നെ പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ മെഷീനുകൾ തകരാറിലായ മെഷീനുകൾ പരിഹരിക്കാനുള്ള നീക്കം ഇപ്പോൾ തുടരുകയാണ്. അവിടെ കൂടി ഈ പരിഹരിച്ചു കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുമെന്നാണ് ഈ കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി. ശരി.